ഹലോ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യൻസ് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോ ഈ കച്ചവടത്തിനായി എത്തിയിട്ടുള്ള ഒരു യൂറോപ്യൻ ആയിട്ടുള്ള ഒരാളാണ് വാസ്കോ ഡ ഗാമ. അപ്പോൾ വാസ്കോ ഡ ഗാമയെ കുറിച്ചുള്ള കുറച്ച് കൂടുതൽ അറിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ഏതാണ്? ലിസ്ബൺ. ഏത് വർഷം എന്നറിയോ? 1497. വാസ്കോ ഡ ഗാമയുടെ ഈ ആഗമനത്തെ വാസ്കോ ഡ ഗാമയുടെ യുഗത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്നറിയോ? സർദാർ KM പണിക്കർ. അതായത് വാസ്കോ ഡ ഗാമയുടെ യുഗത്തിന്റെ തുടക്കമാണ്, അദ്ദേഹം വന്നതിന് ശേഷം ഇത് അദ്ദേഹത്തിന്റെ യുഗത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞ വ്യക്തി സർദാർ KM പണിക്കരാണ്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണെന്നറിയോ? മാനുവൽ I. ഏത് വർഷമാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നതെന്നറിയോ? 1498 മെയ് 20-നാണ്. ഇന്ത്യയിൽ വാസ്കോ ഡ ഗാമ എവിടെയാണ് വന്ന് ഇറങ്ങിയതെന്നറിയോ? എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് കാപ്പാടാണ്. കോഴിക്കോടുള്ള കാപ്പാടാണ് വാസ്കോ ഡ ഗാമ ആദ്യമായി വന്നിറങ്ങിയത്. പോർച്ചുഗീസുകാർ കോഴിക്കോടിന് ഒരു പേര് പറഞ്ഞു വിളിച്ചിരുന്നു. എന്താണെന്നറിയോ? കലിക്കറ്റ്. അതാണിപ്പം കാലിക്കറ്റ് ആയത്. വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് വേണ്ടി ചെലവായതിന്റെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ചത്. ഇതൊക്കെ വിറ്റഴിച്ച് കൊണ്ടുപോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡോം അല്ലെങ്കിൽ രാജാവ് എന്നൊരു പദവി, പ്രഭു എന്നൊരു പദവി നൽകിയത് മാനുവൽ രാജാവ് തന്നെയാണ്. വാസ്കോ ഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24-നാണ്. അപ്പോൾ ഈ വിവരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസിൽ ഇനിയും കൂടുതൽ അറിവുകളുമായി ഞാൻ വരുന്നതായിരിക്കും. ബൈ.